ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്റ്റഡി റൂം ടൂർ വീഡിയോ ആയിട്ടാണ്. ഇതാണ് നമ്മുടെ സ്റ്റഡി റൂം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്റ്റഡി റൂം. സ്റ്റഡി റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റഡി ഹാളാണ്. അപ്പോൾ തമ്പനയിൽ സെറ്റാണ് സ്റ്റഡി റൂം തെറ്റ്, സ്റ്റഡി ഹാൾ ശരി നിർണം, റൂം ടൂർ എന്ന് പറഞ്ഞിട്ട് സ്റ്റഡി ഹാൾ ടൂർ നിർണം. അങ്ങനെയാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്, ശരിയും തെറ്റൊക്കെയാണല്ലോ. അപ്പോൾ ഇതാണ് സ്റ്റഡി ഹാള്. ഹാള് എന്ന് തന്നെ പറയാം, നമ്മളെ ഹാളാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുന്ന വഴിക്കുള്ള ഹാളാണിത്. അവിടെ തന്നെ ഒരു കട്ടിലിട്ടിട്ട് അയിമ കമ്പിളി പുതപ്പ് വരുത്തത് വിരിച്ചിട്ട് അയിമ വിരി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സെറ്റപ്പ്. പിന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ടെറസാണ്. ഇവിടെ ആണെങ്കിൽ സിറ്റ് ഔട്ടും ആണ്. ഇതാണ് രണ്ട് റൂമുള്ളത്. രണ്ട് റൂമ്, ഒരു ക്ലോക്ക്. റൂമിലല്ല, ഞാൻ ഹാളിലാണ്, അതിനോട് ഹാൾ ടൂർന്നിട്ട്. ഇതൊരു ക്ലോക്ക്, ഒരു ലൈറ്റ്, ഒരു ഫാന്. ഇതാണ് ഇവിടെ ഉള്ളത്. ഇതിനൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ബാഗ് തൂക്കിയിട്ടാണ്, സ്കൂളിൽ കൊണ്ടുള്ള സൈഡ് ബാഗാണ്. പിന്നെ ഇതാണ് ഞാൻ കിടക്കുന്ന ബെഡ്. ഒക്കെ അലങ്കോല ഞാൻ ഇപ്പോൾ എങ്ങനെയൊക്കെ വിരിച്ച് സെറ്റാക്കി. ഞാൻ അങ്ങനെ വിരിക്കലൊന്നുമില്ല, പുതപ്പൊന്നും മടക്കി വെച്ചില്ല. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഒരു ചാർജറുണ്ട്. പിന്നെ ചാവിയൊക്കെ കൊളുത്തുന്ന ഒരു സാധനമുണ്ട്, ഓം എന്നൊക്കെ എഴുതിയിട്ടുള്ള. അതിൽ റിമോട്ടൊക്കെ ഉണ്ട്, എന്തോ ലൈറ്റിൻ്റെ ആദ്യൻ്റെ ടാഗാണ്. പിന്നെ ഇതൊരു എക്കോറിയാണ്. എക്കോറത്തിൽ മീനിനട്ടണം എന്ന് പറഞ്ഞ് വാങ്ങിയാണ്. മീനിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. പിന്നെ മീനൊക്കെ ചത്തു. കുറച്ചെണ്ണം കൂടി ആടുണ്ട് ഓപ്പൺ ഡ്രസ്സിൽ. ഇത് പിന്നെ ഹെഡ്സെറ്റും പിന്നെ ലാപ്ടോപ്പിൻ്റെ ചാർജറുമാണ്. അത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലായിട്ടാണ് അങ്ങോട്ട് വെച്ചത്. പിന്നെ ഇവിടേക്ക് എന്തൊക്കെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുളിക ഉണ്ട്, പിന്നെന്തോ ഓയിൽമെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മെയിൻ സ്റ്റഡി ടേബിളും ചെയറും. മറ്റേ കറങ്ങാൻ പറ്റുന്ന കണ്ടില്ല, അങ്ങനെ കറങ്ങണ സാധനമാണ്. അപ്പോൾ അതാണ് ചെയർ. ഇനിയാണ് നമ്മളെ മെയിൻ സ്റ്റഡി ടേബിൾ. മുകളിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൃത്തിയൊക്കെയാണ്. ഇവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ലാപ്ടോപ്പ് തന്നെ ആദ്യം തന്നെ കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാച്ച് കാണാം, ഫാസ്റ്റ് ട്രാക്കിൻ്റെ. ഇതിൻ്റെ വാച്ച് തന്നെയാണ്. പിന്നെ ഒരു ഇങ്ങനെ കൈമ ഇങ്ങനെ ആക്കുന്നതാണ്, എന്തിനാണെന്നൊക്കെ അറിഞ്ഞൂടാ. പിന്നെ രണ്ട് സ്പ്രേ കുപ്പിയാണ്. ഒന്നിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്, ഒന്നൊരു സ്പ്രേ ഉണ്ട്. പിന്നെ ഒരു തലവേദനയ്ക്കുള്ള പെയിൻ്റുള്ളതാണ്. പിന്നെ ഒരു കണ്ണാടി ഉണ്ട്, ഇത് അമ്മേൻ്റെയാണ്. പിന്നെന്തോ പുരുകി ഇതിനേറ്റോ അതിൻ്റെ അനിയത്തിക്കൊക്കെ ഉള്ളതാണ്. ഇത് പിന്നെ ഇതാണ് ഞാൻ ഇടുന്ന വാച്ച്. അപ്പോൾ അതൊക്കെയാണ് സെറ്റപ്പ്. പിന്നെ ഇവിടെ എൻ്റെ അനിയൻ വെക്കണതാണ് ഓരോ സാധനങ്ങൾ. പൈസയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഡ്രസ്സ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളെ വീഡിയോസ് സീനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന്. രണ്ട് റീസൺസാണ് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സ്റ്റഡി വ്ളോഗിലും ഇത് കാണിക്കലുണ്ട്. പിന്നെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പറ്റുന്ന കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് വീഡിയോ ആയിരിക്കും നല്ല. പിന്നെ അതുമല്ല, പിന്നെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കാണാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഫോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റായി പോകും. യൂട്യൂബിൽ കണ്ട് ഇടാൻ വിചാരിച്ചു. എന്തായാലും റൂം ടൂർ എടുക്കുമ്പോൾ എന്തായാലും വീഡിയോ ഇടാൻ വിചാരിച്ചു. പിന്നെ ഇനിയാണ് സീനാണ്. ഇനി ഉള്ളിൽ ടേബിളിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് ജനാലുണ്ട്. ടേബിളിൻ്റെ ഉള്ളിൽ നോക്കുന്നതിന് മുന്നേ അവിടെ ജനാലുണ്ട് 3. അത് അടച്ചിട്ടാട്ടെ. അടച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ചെയ്തിട്ട് നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുള്ളൂ. 4:30 5:30 ആയിന്. ഇട്ടാവും. എന്നിട്ട് ലൈറ്റ് ഇടാതെ കാണലുള്ളെത്തുന്നു. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ സൈഡിൽ നിന്നാണ് തുടങ്ങാം. നമുക്ക് ഈ സൈഡിൽ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസാണ്. ലോങ് ടേം 2025 എഞ്ചിനീയറിംഗ് എന്നുള്ള JE ബാച്ചിൻ്റെ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് 3 പവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലിക്കറിൽ നിന്ന് വാങ്ങിയ ലൈറ്റ് ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു ഒരു ഷോർട്സ് ആക്കിയിട്ട്. അത് കാണാൻ പറ്റും. ഇത് പിന്നെ എക്സാമിനറിൽ നിന്ന് വാങ്ങിയ കലണ്ടറാണ്. എക്സാമിനറിന് ഫ്രീ കിട്ടിയ കലണ്ടറാണ്. നമ്മൾ സാറ് വീഡിയോ കണ്ടിട്ട് അയച്ചതാണ്. ബാച്ചും ഫ്രീ തന്നു, പിന്നെ ഈ കലണ്ടറൊക്കെ ഫ്രീ തന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ഹൈലൈറ്ററാണ്.
ഹൈലൈറ്റർ ഞാൻ അധികം ഉപയോഗിക്കൽ തന്നെയാണ്, പച്ച അധികം ഉപയോഗിക്കില്ല. പിന്നെ അവിടെ കുറച്ച് പെൻസിലുണ്ട്, 3 പെൻസിൽ, ഒരു റബ്ബർ, വലിയ റബ്ബർ. ഇത് പിന്നെ എന്താണ് സ്റ്റാപ്ലർ, പിന്നെ ഒരു സ്കെയിലുണ്ട് ലീക്ക് അടിച്ച. പിന്നെ ഈ പേന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കളറുള്ള, ഇതിപ്പോൾ ഓറഞ്ചാവും, വേണമെന്ന് എഴുതി കാണിച്ചു തരാം. ഇതോ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ബ്ലാക്കാണ് നോക്കുന്നത്, അത് ബ്ലാക്ക് തന്നെയാണ്. നമുക്ക് ഇത് ഇങ്ങനെ അമർത്തിയിട്ടേ മറ്റേതാക്കാൻ പറ്റുള്ളൂ. യെല്ലോ ഒക്കെ ആവുന്നുണ്ട്. നമുക്ക് ഒരു കളറും കൂടി നോക്കാം, റെഡ് നോക്കാം. റെഡും ബ്ലാക്കും നല്ല കട്ടിയുണ്ട്, യെല്ലോ അത്ര കട്ടിയില്ല. അപ്പോൾ ഇതാണ് ഈ പെന്നാണ്. അപ്പോൾ ഇത് ഇവിടെ വെക്കാം. അതൊക്കെയാണ് ഇപ്പോൾ ഈ സൈഡിലുള്ളത്. പിന്നെ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പെട്ടിയാണ്. അതിൽ ഞാൻ അത്ര ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇട്ടേക്കും. പക്ഷെ പൈസയൊക്കെ ആവശ്യമുള്ളതാണ്. ബസ്സിന് മുമ്പ് ബാക്കിയുള്ള പൈസ ഇതിക്കാണ്ട് ഇട്ടേക്കണതാണ്. പിന്നെ വെറുതെ ഒരു ബോക്സൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ ആക്കണ്ട വെച്ചിട്ട് ഇതിക്കാണ്ട് ഇട്ടേക്കും. പിന്നെ ചെറിയ ലൈറ്റ്, കട്ടറ്, പിന്നെ റബ്ബർ, എന്തൊക്കെ ഉണ്ട്. ഇതെന്താ എൻഗ്ലിയോ ജംസാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഫോൺ സ്റ്റാൻഡ് കാണാം. ഫോൺ സ്റ്റാൻഡ് വെരി യൂസ്ഫുൾ ആണ്. 20 രൂപയ്ക്ക് കിട്ടിയ ചീപ്പ് റേറ്റിൽ കിട്ടിയ യൂസ്ഫുൾ സാധനമാണ്. പിന്നെ ഒരു സ്കെയിലും കൂടി ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ പേനപ്പെട്ടി. പെൻസിലും ഉണ്ട്, കുറേ ഉണ്ട്, എന്തൊക്കെയോ പശ ഉണ്ട്, റെഡിങ് ഉണ്ട്. റെഡിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള മാർക്ക് ചെയ്യാനാണ്. അതൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻട്രൻസിനുള്ള ബുക്സാണ്, നോട്ട് ബുക്ക്. എൻട്രൻസോടെ ജെയിൻ്റെ ക്ലാസ്സൊക്കെ എഴുതിയെടുക്കാനുള്ള. ഇത് ഫിസിക്സ്, ഇത് കെമിസ്ട്രി, ഇത് മാത്സ്, ഇത് +2 മാത്സ്. ഇത് ഏതാണെന്ന് നോക്കട്ടെ. ഇത് കെമിസ്ട്രി ആണ്. ഇത് ഇങ്ങനെ ഒരു പെൻസിലും കൂടി ഉണ്ട് കേട്ടോ, മറ്റേ ഇങ്ങനെ ബാക്ക് കൂടെ ഇട്ടിട്ട് മുന്നിൽ കൂടെ വരുന്ന ആ പെൻസിലിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ, അതും കൂടി ഉണ്ട്. നല്ല മഴയാണ്, കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ വായിലങ്ങ് പൂട്ടിയേക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് ഈ താഴത്തെ കള്ളിയില്ലേ. മേലത്തെ കള്ളിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റേറ്റ് ഇതെല്ലാവർക്കും അറിയാൻ മതി. എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ അധികം വീഡിയോസിലും ഉണ്ടാവലുണ്ട്. എഴുതി മായ്ക്കാനാണ്, അതിൻ്റെ ചാർജർ അവിടെ ഉണ്ട്, ബാറ്ററി അവിടെ ഉണ്ട്. പിന്നെ എഴുതാൻ അതിന് 2 പേനുണ്ട് ഇതിൽ. പിന്നെ 3 ബുക്കുണ്ട്, റഫാണ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കഴിയുള്ള. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ക്ലോക്ക് ഉണ്ട്. പിന്നെ മറ്റേ ഇതുണ്ട്, ഇതിൻ്റെ പേരറിയില്ല, ബഡ്സ് ഉണ്ട്. പിന്നെ എന്തോ ക്രീമാണ്, ഇത് ഡ്രൈ ആവാതൊക്കെ ഉള്ള സ്കിന്നിന്. പിന്നെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ഷോർട്ട് നോട്ട്സാണ്, എക്സാമിനറിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് A4 മരത്ത് എന്തൊക്കെ ഉണ്ട്, അതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഞാൻ എടുക്കില്ല. ഇത് മൊത്തം ക്വസ്റ്റ്യൻസിലുള്ള ഈ 3 ബുക്കും ഓരോ സബ്ജക്റ്റിന് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ മാറ്റി വെച്ചാണ്. ഒരു ഒക്ടോബർ നവംബർ ആ ടൈമിലൊക്കെ എടുക്കും. അപ്പോൾ ഗൈസ് മുകളിലത്തെ അത്രേ ഉള്ളൂ. അടിക്ക് പോകുമ്പോഴാണ് ദാരുണമാവുന്നത്. ഇതാണ് അടിയത്തെ അവസ്ഥ. ടോർച്ചടിച്ചിട്ട് ഇതാ ഒരു ട്രോഫി കാണാം, അത് എന്തിനുള്ളതെന്ന് പറഞ്ഞുകൂടാ. പിന്നെ ഇതാ ബ്രില്യൻ്റെ കുറച്ച് ബുക്സ് ഉണ്ട്, അടിയിലും ഉണ്ട് ബ്രില്യൻ്റെ. ബാക്കിയുള്ളൊക്കെ എക്സാമിനറിൻ്റെ ആണ്. എക്സാമിനറിൻ്റെ കാണാൻ കഴിയുള്ളത് എക്സാമിനറിൻ്റെ ആണ്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ മറ്റേ A4 ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിന് പഠിക്കൽ എഴുതിയിട്ട്. ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ആയിരുന്നു, അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പിന്നെ അതൊക്കെ ബുക്സ് തന്നെയാണ്, ഫുള്ള് ബുക്സ്. ഒരു തൊപ്പിയുണ്ട്, പിന്നെ ഒരു പശ ഉണ്ട്. പിന്നെ അടിക്കുവാണെങ്കിൽ ഒരു ചെരുപ്പാണ്, എൻ്റെ അനിയത്തിൻ്റെയാണ്. പിന്നെ ഇതാണ്, അത് തുറന്ന് കാണിച്ചുതരാം. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെയാണുള്ളത്. ഒരു സ്പ്രേ മറ്റേ ജെല്ല്, അത് ലാപ്ടോപ്പ് തുടയ്ക്കാനുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു ടിന്നുണ്ട്, അതിൽ കുറച്ച് ബ്രഷസ് ഒക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ ടവലുണ്ട്, അത് തുടയ്ക്കാനുള്ള ഇതാണ്. പിന്നെ പെൻ ഡ്രൈവ് ഉണ്ട്. എന്തിനുണ്ടാകുന്ന 12 GB എന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടെ, എന്തിനുണ്ടാകുന്ന 32 GB എന്നൊക്കെ. പിന്നെ അങ്ങനെ കുറച്ച് ഗ്യാരണ്ടി കടലാസൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നൊരു സ്റ്റഡി വ്ളോഗ് അല്ലായിരുന്നു, ഒരു ഹാൾ ടൂറിൻ്റെ വീഡിയോ ആയിരുന്നു. സ്റ്റഡി ഹാൾ ടൂറിൻ്റെ റൂം ടൂറെല്ലാം മാറി പോവുകയാണെങ്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളതെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.